ഞാനിപ്പോ 6 ദിവസം പ്രസംഗം നടത്തിയത് കടമത്ത് ദ്വീപിലാണ്, ലക്ഷദ്വീപ്. ഞാൻ ലക്ഷദ്വീപ് നേരെ ഇങ്ങോട്ട് വരുന്ന വഴിയാ. അപ്പൊ ഞാന് ഈ 6 ദിവസം ലക്ഷദ്വീപിൽ താമസിച്ചപ്പോ പടച്ചവനെ അള്ളാഹു കൊടുത്തിരിക്കുന്ന വല്ലാത്ത സൗന്ദര്യമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് അള്ളാഹു കൊടുത്തിരിക്കുന്ന വല്ലാത്ത സൗന്ദര്യമുള്ള നാട്. അതുപോലെ അള്ളാഹുവിന്റെ ആ ഒരു വല്ലാത്തൊരു അത്ഭുതം നമുക്ക് ലക്ഷദ്വീപിൽ പോയാൽ കാണാൻ കഴിയും. എന്താ, കടലിന്റെ നടുക്ക് ഒരേ ദ്വീപ്, കടലിന്റെ നടുക്ക് ഒരു മൺകൂനയുടെ പുറത്ത് ചിലപ്പോ 12 കിലോമീറ്റർ ഉള്ള ദ്വീപ്, ചിലപ്പോ 7 കിലോമീറ്റർ ഉള്ള ദ്വീപ്, ചിലപ്പോ 4 കിലോമീറ്റർ ഉള്ള ദ്വീപ്. ഇങ്ങനത്തെ ദ്വീപുകൾ ഇങ്ങനെ കടലിന്റെ നടുക്കന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു പടച്ചിരിക്കുക, അതിൽ മനുഷ്യന്മാര് ജീവിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയൊരു സുനാമി അടിച്ചാൽ ഇപ്പുറത്തും, ഒരു ചെറിയ സുനാമി ഇപ്പുറത്ത് നടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ അപ്പുറത്തെത്തും. എന്നിട്ടും ആ സഹോദരങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കണില്ല. നമ്മള് ലക്ഷദ്വീപിൽ പോകുമ്പോ, ഞാനിപ്പോ 6 ദിവസം പ്രസംഗം നടത്തിയ ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപ് എന്ന് പറയുന്ന പവിഴ ദ്വീപിലെ. ലക്ഷദ്വീപിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കടലിന്റെ അടിത്തട്ട് കാണാൻ കഴിയും. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ പ്രത്യേകത കടലിന്റെ അടിത്തട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ചു, അല്ലാഹു എത്ര സൗന്ദര്യമാണ് കൊടുത്തിരിക്കുന്നത്. ആ സൗന്ദര്യം പോലെ തന്നെ ആ കടമത്ത് ദ്വീപിലാണെങ്കിലും, അഗത്തിയിലാണെങ്കിലും, കവരത്തിയിലാണെങ്കിലും, ഇത്രയിലാണെങ്കിലും, ഏത് ദ്വീപിൽ ചെന്നാലും അവിടുത്തെ ആളുകൾക്ക് വല്ലാത്ത സ്നേഹമാണ്. നമ്മളെ പോലല്ലപ്പ, അവിടെ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത സ്നേഹമാണ്. അതിഥി സൽക്കാരം അൽഹംദുലില്ലാ ലക്ഷദ്വീപിലെ പാവപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാ ചെയ്ത് കാണിച്ചവരെ. ഞാനൊക്കെ ഒരു ദിവസം തന്നെ 6 വീട്ടിലാണ് ജീവിച്ചത്. ഒരു ദിവസം തന്നെ വഅദിന് എന്നിട്ട് 6 ദിവസവും ജീവിച്ചത് ഒരു വീട്ടിലാണ്. എല്ലാ നേരവും കഴിക്കാൻ പോണം, രാവിലെ കഴിക്കാൻ പോണം, ഉച്ചയ്ക്ക് കഴിക്കാൻ പോണം, രാത്രി കഴിക്കാൻ പോണം. ചെന്നില്ലേ പരാതിയാ. നമ്മുടെ നാട്ടിലാണല്ലോ ചെന്നാ പരാതി. മഹിമ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ എന്തായാലും പറയണത്, അള്ളാഹു അത്രത്തോളം അത്ഭുതങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലക്ഷദ്വീപിൽ അള്ളാഹു കാഴ്ച വെച്ചിരിക്കുന്നത്. കാണാൻ പറ്റിയാൽ, ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ പോയി കാണണം. എന്തിനാ, സ്തുതിക്കാനോ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ അടിച്ചു പൊളിക്കാനൊന്നുമല്ല. അവിടെ ചെന്നാൽ അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. ആ ലക്ഷദ്വീപ് കണ്ടിട്ട് നിങ്ങളൊന്ന് പറയണം, റബ്ബേ ദുനിയാവ് ഇത്രത്തോളം മഹത്വൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ സ്വർഗ്ഗം എത്ര മനോഹരം. അല്ലാഹുവേ, ഇപ്പൊ നമ്മൾ ചൂരൽമല കണ്ടു. പടച്ചവനെ, ചൂരൽമല പൊട്ടുന്നതിന് മുമ്പ് എന്തോരം മനോഹരമാകുന്ന ചിത്രം. ഇപ്പൊ ഞാന് ഈ ദ്വീപില് പ്രസംഗത്തിന് പോകുന്നതിന് 2 ദിവസം മുമ്പ് സുബ്ഹാനല്ലാഹ് ഞാൻ വയനാട്ടിൽ ഒരു ആവശ്യത്തിന് പോയി. ഞാൻ പോകുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബസ് ഞാൻ പെട്ടെന്ന് കണ്ടു. റഹ്മാനെ, ബസിന്റെ പുറകിൽ KSRTCയുടെ പുറകിൽ എഴുതി വെച്ചിരിക്കുക ചൂരൽമല. ചൂരൽമല. ഞാൻ കൽപ്പറ്റ സ്റ്റാൻഡിന്റെ ആ ഭാഗത്തു കൂടി കാറിൽ ഇങ്ങനെ പോകുമ്പോ എന്റെ കാറിന്റെ തൊട്ടു മുമ്പില് സുബ്ഹാനല്ലാഹ് ഒരു ബസ് ഇങ്ങനെ പോകും. ആ ബസ്സിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക ചൂരൽമല. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആ ചൂരൽമല ഉരുൾപൊട്ടുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയതാ. എന്തോരം മനോഹരമായിട്ടുള്ള സൗന്ദര്യമുള്ള സ്ഥലമാ, പച്ചപ്പുള്ള സ്ഥലമാ, നല്ല വെള്ളച്ചാട്ടമുള്ള സ്ഥലമാ. പക്ഷേ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവർ അഹങ്കരിക്കരുത്, അഹങ്കരിക്കരുത്, അഹങ്കാരം പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതാണ് നമുക്ക് വയനാട്ടിലെ ഉരുൾപൊട്ടന്റെ പ്രിയപ്പെട്ടവർ നമുക്ക് തരുന്ന പാഠം. നമ്മൾ പറയും, ഉസ്താദേ ഞങ്ങൾക്ക് വീടുണ്ട് ഉസ്താദേ, ഉസ്താദേ ഞങ്ങൾക്ക് കടകളുണ്ട് ഉസ്താദേ, കോടിക്കണക്കാന രൂപയുണ്ട് ഉസ്താദേ. ആ വയനാട്ടിൽ ഉരുൾപൊട്ടിയിട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി എത്രയോ സാധുക്കൾ, വീട് നഷ്ടപ്പെട്ടു പോയി എത്രയോ സാധുക്കൾ, അല്ലാഹുവേ മക്കൾ നഷ്ടപ്പെട്ടു പോയി എത്രയോ സാധുക്കൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് വണ്ടി ഇടിച്ചാൽ തന്നെ നമുക്ക് എത്ര വേദനയാണ്. രാത്രി കിടന്നുറങ്ങി വയനാട്ടിലെ പാവപ്പെട്ട ചൂരൽമലയിലെ പാവപ്പെട്ട സഹോദര സഹോദരിമാര് വീടിന്റെ അകത്തിന്റെ പ്രിയപ്പെട്ടവരെ കിടന്നുറങ്ങി. രാവിലെ എണ്ണീക്കുമ്പോ അല്ലാഹുവേ എല്ലാവരും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ചില ആളുകൾക്ക് കൈയില്ല, ചില ആളുകൾക്ക് കാലില്ല, ചില ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ചാലിയാറ് പുഴയിൽ കാലില്ലാതെ, തലയില്ലാതെ, കൈയില്ലാതെ, മൂക്കില്ലാതെ, ഗർഭപാത്രം പോലും ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാടിനെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഉരുൾപൊട്ടിനെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, വസൂരിയെ തൊട്ട്, കോവിഡിനെ തൊട്ട്, നിപ്പയെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഒരുപാട് സന്തോഷങ്ങൾ ഈ നമ്മുടെ ഈ ദുനിയാവിൽ എന്നിട്ടുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞ, ഞാനൊരു സങ്കടം ഒരാളോട് പറഞ്ഞപ്പോ എന്നോട് ഒരാൾ പറഞ്ഞ, ഒരു ഉസ്താദ് പറഞ്ഞ, അശികെ ചോദിക്കുന്നതൊക്കെ അല്ല തന്നെങ്കിൽ പിന്നെ എന്തിനാ സ്വർഗ്ഗം? ശരിയല്ലേ? ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു തന്നിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ അള്ളാഹു സ്വർഗം പടച്ചിരിക്കണേ? ശരിയാ? നിങ്ങൾ ഇവിടെ ചോദിക്കുക, റഹ്മാനെ അപ്പുറത്തെ സലീമിച്ചാക്ക് 2 വീടുണ്ട് റഹ്മാനെ, എനിക്കൊരു വീടെങ്കിലും തരണം റഹ്മാനെ. ചിലപ്പോ അള്ളാഹ് തരൂല.
അല്ലെ പറയാ പഠിച്ചവൻ അപ്പുറത്തെ ചങ്ങാതി ഒരു ബെൻസ് എടുത്തു, റഹ്മാനെ എനിക്കൊരു നഹാനോ കാർ പോലും നീ തരുന്നില്ലല്ലോ റഹ്മാനെ. ചോദിച്ചതെല്ലാം റബ്ബ് തരണോന്നില്ല, ചിലപ്പോ അതിന് പകരം അള്ളാഹു നാളെ സ്വർഗത്തിൽ തരാം. എന്തായാലും എന്റെയും നിങ്ങളുടെയും ആഗ്രഹമാണ് എന്ത്? ജന്നാത്തുൽ ഫിർദൗസ്. അല്ലപ്പ നമ്മൾ ഈ പച്ച അത്തറ് തേക്കുന്നത് പോലല്ല ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കേണ്ടത്. ഒരു 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത് അവർക്ക് ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഇതാ, നമ്മുടെ ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാമത്തെ നിബന്ധന ഏതാ? ആദരവാകുന്ന പ്രവാചകരാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, പരിശുദ്ധമാകപ്പെട്ട ഖുർആൻ ഓതിക്കൊണ്ട് റസൂലുള്ള പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മകൾ ചെയ്യുന്നവരാരാ? നന്മകൾ പ്രചരിപ്പിക്കുന്നവരാരാ? നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാ? അൽഹംദുലില്ലാഹ്, അവരതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നതാ, സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദികളിലേക്ക് കടന്നിരിക്കുന്നവരെ, സ്നേഹത്തോടുകൂടി എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, മോനെ വയല് കേട്ട് വെറുതെ പോയാല് പോരാ, മോനെ വയല് കേട്ട് വെറുതെ പോയാല് പോരാ. ഈ കേൾക്കുന്ന വയലുണ്ടല്ലോ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മകൾ പ്രചരിപ്പിക്കുന്നവരാരാ? നന്മകൾ അധികരിപ്പിക്കുന്നവരാരാ? അവർക്കതാ ദഖലൽ ജന്ന, അവര് സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ നന്മകൾ ചെയ്തോ, നന്മകൾ അധികരിപ്പിച്ചോ. ജാതിക്കൂട്ടം മക്കാമുറൂസ് കടന്നു വരുമ്പോ പോസ്റ്റർ അടിക്കുന്നവരെ, കസേര നിരത്തിയിടുന്നവരെ, ബക്കറ്റുമായി പിരിവിനിറങ്ങുന്നവരെ, ഈ മക്കാമിന്റെ പരിപാലകരെ, ഈ പള്ളിയുടെ പരിപാലകരെ, അൽഹംദുലില്ലാഹ്, അത് നന്മയാണ് ചെറുപ്പക്കാരാ, അത് നന്മയാണ് പെങ്ങളെ. അതുകൊണ്ട് പറയുകയാ, ഇഖ്ലാസോടെ എന്റെ പ്രിയമുള്ളവരെ നന്മകൾ പ്രചരിപ്പിച്ചു, അവരതാ സ്വർഗത്തിലേക്ക് കടക്കുന്നതാ, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നതാ. ഒരു മനോഹരമാകുന്ന ചരിത്രമാ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചരിത്രമാ. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്ക് എന്റെ പ്രിയമുള്ളവരെ 80 വയസ്സ് പൂർത്തിയാകുമ്പോ, ഇബ്രാഹിം നബിക്ക് 80 വയസ്സ് എന്റെ പ്രിയമുള്ളവരെ പൂർത്തിയാകുമ്പോ, ഇബ്രാഹിം നബി പ്രായമാകുമ്പോ ഒരു അശരീരിയത കടന്നു വരികയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ പ്രിയമുള്ളവരെ ഒരു അശരീരിയത പറഞ്ഞു കൊടുക്കുകയാ. ഏതെന്നറിയോ? ഇബ്രാഹിം നബിയുടെ ചാരത്തതാ പറയുകയാ, ഇബ്രാഹിം നബിയേ സുന്നത്ത് കല്യാണമുണ്ടല്ലോ നിർവഹിക്കേണ്ടതാ, മാർഗ കല്യാണമുണ്ടല്ലോ നിർവഹിക്കേണ്ടതാ. ഇബ്രാഹിം നബിയതാ പടച്ചവനോട് പറയുകയാ, എങ്ങനാ റബ്ബേ, ഇതെങ്ങനാ റബ്ബേ സുന്നത്ത് കല്യാണം ചെയ്യുന്നത്, എങ്ങനാ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഇബ്രാഹിം നബി എന്റെ പ്രിയമുള്ളവരെ താമസിപ്പിക്കുന്നില്ല, വൈകിക്കുന്നില്ല. ഇബ്രാഹിം നബി തന്റെ കയ്യിലിരിക്കുന്ന മഴുവുണ്ടല്ലോ പടച്ചവനെ കൈകളിലേക്ക് എടുക്കുകയാ. എന്നിട്ടതാ ഇബ്രാഹിം നബിയുടെ ഗുഹ്യഭാഗമുണ്ടല്ലോ മുറിക്കുകയാ, ചെത്തുകയാ, ചോര വരികയാ. ഇബ്രാഹിം നബി വേദന കൊണ്ട് പൊളയുകയാ, ഇബ്രാഹിം നബി അതാ കരയുകയാ. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ജിബ്രീൽ അതാ കടന്നു വരികയാ.
ജിബ്രീൽ കടന്നു വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ, നബിയേ അല്ലാഹുവിന്റെ പടച്ചവന്റെ കരങ്കാറിൽ നിന്ന്, പടച്ചവന്റെ ഹളറത്തിൽ നിന്ന് അടുത്ത ഒരു അറിയിപ്പ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തൂടെ നബിയേ. ഇബ്രാഹിം നബി എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഇല്ല ജിബ്രീലേ, അല്ലാഹുവിന്റെ സവിധത്തിൽ നിന്ന് ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അറിയിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നന്മയുടെ പ്രതിഫലം ലഭിക്കുന്ന അമല് പറഞ്ഞാൽ ഇബ്രാഹിമിനുണ്ടല്ലോ ചെയ്യാൻ കഴിയൂല, ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഒരു നന്മ കേൾക്കുമ്പോ, ഒരു നന്മ കേൾക്കുമ്പോ, ഒരു ഹദീസിന്റെ പ്രിയമുള്ളവരെ കേൾക്കുമ്പോ, ഒരു വഅദ് കേൾക്കുമ്പോ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ദഖലൽ ജന്ന, അവര് ജന്നാത്തുൽ ഫിർദൗസിലാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ നന്മ ചെയ്യണത്? ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക് അല്ലാഹു പറയും, ഇബ്രാഹിം നബിയെ സുന്നത്ത് കല്യാണം ചെയ്യണം. ഇവിടെ അതാ പറയണ മാർക്ക കല്യാണം, അങ്ങനല്ലേ അറിയാം, മാർക്ക കല്യാണം ചെയ്യണം. ഇബ്രാഹിം നബിക്ക് എങ്ങനെയാ ചെയ്യണതെന്ന് അറിയില്ല. ഇബ്രാഹിം നബി മഴുവെടുത്തിട്ട് ഒറ്റ വെട്ടം വെട്ടി. എങ്ങനെ ഉണ്ടാവും? മഴുവെടുത്തിട്ട് ഒറ്റ വെട്ടം ഇറച്ചിക്കടലിൽ കബീറിക്ക് ഇറച്ചി വെട്ടുന്ന ഒറ്റ വെട്ടം കൊണ്ട് വെട്ടി. ചോര ഇങ്ങനെ ഒലിച്ചു. ഇബ്രാഹിം നബി വേദന കൊണ്ട് പൊളഞ്ഞു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയേ എന്തിനാ കരയണേ? ചെയ്തു വെച്ചിട്ട് എന്തിനാ കരയണേ? അള്ളാഹു അറിയിച്ചെങ്കിലും നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചൂടെ ഇബ്രാഹിം നബിയെ? ഇബ്രാഹിം നബി പറഞ്ഞു, ജിബ്രീലേ, അള്ളാഹ് നന്മ ചെയ്യാൻ പറഞ്ഞാൽ ഈ ഇബ്രാഹിം അപ്പൊ തന്നെ എന്താ പറയണേ? അള്ളാഹ് നന്മ ചെയ്യാൻ പറഞ്ഞാൽ ഈ ഇബ്രാഹിം അപ്പോൾ തന്നെ ചെയ്യും. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മളോ എടാ ചങ്ങാതി നിസ്കരിക്കും, എടാ നോമ്പ് പിടിക്ക്, സദഖ കൊടുക്ക്, എന്റെ പൊന്നു ഉസ്താദേ പട്ടിണിയാ ഉസ്താദേ, അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറയാ, നന്മകൾ ചെയ്യുന്നവരാരാ? അവർക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചെറിയൊരു നന്മ പറഞ്ഞാൽ ചെയ്യോ? ഒരു ചെറിയൊരു നന്മ പറഞ്ഞാൽ ചെയ്യോ? ഇത് നിങ്ങളുടെ പള്ളി. ഈ പള്ളിക്കകത്ത് ചില സമയത്ത് ഈ നജസ്സോ ഒന്ന് പള്ളിക്കാട്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പൊടി ഉണ്ടാവും. ആ സമയത്ത് പള്ളിയിലെ ക്ലീനിങ് സ്റ്റാഫ് ആരാ? പള്ളിയിലെ ഖത്തീബ, മോദിൻ ഉസ്താദ, അല്ലെങ്കിൽ പള്ളിയുടെ സെക്രട്ടറി ആരാണെങ്കിലും ഒരു ചെയ്തോട്ടെ, ഞാൻ എന്റെ കൈ കൊണ്ട് തൊടൂല എന്ന നെയ്യത്താണെങ്കിൽ മഅദല്ലാഹ് സ്വർഗ്ഗത്തിലല്ല നരകത്തില. ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ കിടക്കുന്ന നജസുകൾ എന്ത് ചെയ്യാ? നമ്മൾ മാറ്റി കൊടുക്കുക. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഈ മനോഹരമാകുന്ന പടച്ചവനെ ചെറുപറമ്പിന്റെ പരിസരത്തു അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭവനമേതാ? ഭവനമേതാ? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഈ ചെറുപറമ്പിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭവനം പള്ളിയുടെ കമ്മിറ്റിയുടെ അല്ല, ഖത്തീബിന്റെ അല്ല, സെക്രട്ടറിയുടെ അല്ല, സെക്യൂരിറ്റിയുടെ അല്ല, ആർഡപ്പ ഈ പള്ളിയാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു പൊടി, ഒരു നൂല്, ഒരു നജസ് എന്തോ ആയിക്കോട്ടെ, പള്ളിയിൽ ബുദ്ധിമുട്ടുള്ള, നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എന്റെ പ്രിയപ്പെട്ടവരെ എടുത്ത് കളഞ്ഞാൽ അത് ഏറ്റവും വലിയ നന്മയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇനി ഉസ്താദെ ഞങ്ങൾക്ക് അതൊന്നും എടുത്തു കളയാൻ പറ്റൂല ഉസ്താദെ, നടുവൊടിഞ്ഞിരിക്കുക ഉസ്താദെ, മുട്ടില് കമ്പിയ ഉസ്താദെ, കാലില് സ്കെയില ഉസ്താദെ എന്ന് പറയുന്ന ചില വാപ്പമാരുണ്ട്. ഇനി അതിനൊന്നും പറ്റത്തില്ലെങ്കിൽ പൈസ എങ്കിലും കൊടുത്തെന്തിയ നന്മയ്യ, ഒരു രൂപയെങ്കിലും കൊടുത്തിട്ട് നന്മയ്യ. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ചില്ലറ ഉള്ളത് എവിടെ? ഏറ്റവും കൂടുതൽ ചില്ലറ ഉള്ളത് എവിടെ? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അല്ല. ഏറ്റവും കൂടുതൽ ചില്ലറ ഉള്ളത് എവിടെ? ഫെഡറൽ ബാങ്കിൽ അല്ല. പള്ളിയുടെ പണ്ടാരപ്പെട്ടി നോക്കിയപ്പോ 1 രൂപ, 2 രൂപ, 5 രൂപ ഏതെങ്കിലും ചങ്ങാതി ഇരുന്നുണ്ടോ? പണ്ടാരപ്പെട്ടിയിൽ കൊണ്ടുവന്നിട്ട് 10 രൂപ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ആളുകളുണ്ട്, വെള്ളിയാഴ്ച പള്ളി വരുന്നതിനെന്നറിയോ ചില്ലറ മാറാൻ ചില ചങ്ങാതിമാരുണ്ട്. വെള്ളിയാഴ്ച പള്ളി വരണത് ചില്ലറ മാറാൻ വേണ്ടി ചില ആളുകളുണ്ട്. എങ്ങനെയപ്പാ?
ബക്കറ്റ് ഇങ്ങനെ വരും. ബക്കറ്റ് വരുമ്പോൾ 500 ഇട്ടിട്ട് ബാക്കി 490 എടുത്തോണ്ട് പോകുന്ന ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. 1 രൂപയെങ്കിലും കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ഈ പള്ളിയുടെ വാതിക്കലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സദക്ക വിപത്തിനെ തട്ടിമാറ്റും. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദേ അത് എവിടെന്നെങ്കിലും മനോരമ മംഗളത്തിന് അടിച്ചു മാറ്റാനായിരിക്കും ഉസ്താദ്. ഒന്നല്ലപ്പാ, ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞില്ല സ്വതക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഭർത്താക്കന്മാരുണ്ടാകും ഒരുപാട് പേര് അല്ലെ. നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാകുന്ന സമയത്ത് നിങ്ങളോട് പറയാ ഇക്ക എനിക്ക് രാത്രി 2 മണിയാകുമ്പോ ഇത്തിരി മസാല ദോശ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ചു കൊടുക്കൂലേ? മേടിച്ചു കൊടുക്കും. ചില ഭാര്യമാർക്ക് രാത്രി 2 മണിക്കൊക്കെ ഗർഭിണിയാകുന്ന സമയത്ത് പച്ചമാങ്ങാൻ തിന്നാൻ തോന്നുന്നു. അല്ലാഹു ഹീമ നൽകട്ടെ. എന്നോട് കോഴിക്കോടുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ലിടത്തുള്ളൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദേ എന്റെ ഭാര്യ രാത്രി 2:30 മണിയായപ്പോൾ മസാല ദോശ വേണമെന്ന് പറഞ്ഞു ഉസ്താദേ. ഞാൻ കോഴിക്കോട് മൊത്തം തപ്പി ഉസ്താദെ, മസാല വീട്ട് ദോശ പോലും കിട്ടിയില്ല ഉസ്താദ്. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഗർഭിണി അല്ലാത്ത സമയത്ത് നമ്മുടെ ഭാര്യമാർ നമ്മളോട് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മേടിച്ചു കൊടുക്കൂല. ഗർഭിണിയാകുന്ന സമയത്ത് നമ്മളോട് എന്ത് പറഞ്ഞാലും നമ്മൾ മേടിച്ചു കൊടുക്കും. ഗർഭിണി അല്ലാത്ത സമയത്ത് മേടിച്ചാൽ നമ്മൾ 2 മിനിറ്റ് അടിക്കും. മസാല വെച്ചാൽ അല്ല ദോശയെന്ന് കേട്ടോ ഒറ്റടിയായിരിക്കും. അല്ലാഹു ഹീമ നൽകട്ടെ. എന്തായാലും റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ട് ഒരുപാട് ഫാത്തിമമാർ അല്ലെ. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ഫാത്തിമമാരുണ്ടാവും. ആ ഫാത്തിമ ബീവിയെ പോലെ ജീവിച്ചാൽ മതി. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. എന്തായാലും ഫാത്തിമ ബീവി ഗർഭിണിയായി. അലിയാര് തങ്ങളോട് പറഞ്ഞു അലിയേ എനിക്ക് റുമ്മാമ്പഴം വേണം. അലിയേ എന്താ പറഞ്ഞേ? എനിക്ക് റുമ്മാമ്പഴം വേണം അലിയേ, എനിക്ക് ഈ റുമ്മാമ്പഴം കഴിക്കാൻ മോഹമുണ്ട് അലിയേ, എനിക്ക് റുമ്മാമ്പഴം ഒന്ന് വാങ്ങിച്ചു തരുമോ? അലിയാര് നിങ്ങൾ പൈസക്കാരനാ. ഇപ്പൊ എന്നോട് വന്നിട്ട് ഞാൻ പെണ്ണിട്ടിട്ടില്ല, എന്റെ ഭാര്യ വന്നിട്ട് എന്നോട് ചോദിക്കാം കല്യാണം കഴിഞ്ഞാ എനിക്ക് 1 കിലോ റുമ്മാമ്പഴം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോ അൽഹംദുലില്ലാ മേടിച്ചു കൊടുക്കാൻ കഴിയും. അലിയാര് നിങ്ങൾ പാവപ്പെട്ടവനാ, അലിയാര് നിങ്ങൾ മിസ്കീനാ. ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമയതാ പറയുകയാ അലിയേ എനിക്കുണ്ടല്ലോ കഴിക്കാൻ റുമ്മാന് പഴമുണ്ടല്ലോ, വാങ്ങിച്ചു തരുമോ? അലിയാര് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പൈസ എടുക്കുകയാ. എന്നിട്ടതാ ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ അലിയാര് തങ്ങള് കടന്നു ചെന്നിട്ടു പ്രിയപ്പെട്ട ഭാര്യയാകുന്ന അലിയാര് തങ്ങളുടെ ഭാര്യയാകുന്ന ഫാത്തിമ ബീവിക്ക് റുമ്മാന് പഴമുണ്ടല്ലോ വാങ്ങുകയാ. എന്നിട്ടതാ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ പടച്ചവനെ ഒരു യാചകനുണ്ടല്ലോ അലിയാര് തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതോ അലിയാര് തങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ വിശക്കുന്നു അലിയേ, ദാരിദ്ര്യമാണ് അലിയേ, സങ്കടമാണ് അലിയേ, വിരഹമാണ് അലിയേ. അലിയാര് തങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ വിശക്കുന്നുവെന്ന് പറയുമ്പോ അലിയാര് തങ്ങളാ യാചകനോട് പറയുകയാ എന്റെ കയ്യിലിരിക്കുന്ന പഴങ്ങളുണ്ടല്ലോ അതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഫാത്തിമയ്ക്ക് കൊടുക്കാനുള്ള പഴമാണ് പോലെ. യാചകനതാ അലിയാര് തങ്ങളോട് പറയുകയാ ഈ കയ്യിലിരിക്കുന്ന പഴങ്ങള് എനിക്ക് കഴിക്കാൻ തരുമോ, എനിക്ക് തിന്നാൻ തരുമോ? അലിയാര് തങ്ങൾ പറയുകയാ ഇല്ല ഇല്ല, എന്റെ ഭാര്യയുണ്ടല്ലോ ഗർഭിണിയാ. അലിയാര് തങ്ങളോട് യാചകനതാ പറയുകയാ എനിക്ക് ഈ റുമ്മാന പഴങ്ങൾ തന്നാൽ അല്ലാഹു നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ 10 ഇരട്ടി പ്രതിഫലം തരുമെന്ന് പറയുമ്പോ അലിയാര് തങ്ങള് കയ്യിലിരിക്കുന്ന റുമ്മാന പഴമുണ്ടല്ലോ യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുകയാ. യാചകനതാ ദുആ ചെയ്യുകയാ നാദാ എനിക്ക് ഈ റുമ്മാന പഴം തന്നതിന്റെ പകരമായി 10 ഇരട്ടി പ്രതിഫലങ്ങള് കൊടുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അലിയാര് തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പോകുകയാ. പടച്ചവനെ പഴങ്ങളില്ലല്ലോ ഫാത്തിമയ്ക്ക് എന്ത് കൊടുക്കുമല്ലോ എന്ന് നീയത്ത് വെച്ചുകൊണ്ട് വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് മഅദല്ലാഹ് വീടിന്റെ വാതിക്കലെന്റെ പ്രിയമുള്ളവരെ റുമ്മാന പഴമുണ്ടല്ലോ, വീടിന്റെ വാതിക്കലെന്റെ പ്രിയമുള്ളവരെ റുമ്മാന പഴമുണ്ടല്ലോ കുന്നുകൂടി കിടക്കുകയാ, മലയായി കിടക്കുകയാ.
അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ ഫാത്തിമയെ വിളിക്കുകയാ. എന്നിട്ടതാ ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ, വീടിന്റെ വാതിക്കലുള്ള റൊമ്മാന പഴമുണ്ടല്ലോ, എവിടെന്നാണ് ഫാത്തിമ? ആര് തന്നതാണ് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇറങ്ങി വീഴുകയാ. പടച്ചവനെ വീടിന്റെ ഉമ്മറപ്പടി നോക്കുകയാ, അത്ഭുതപ്പെടുകയാ. ഫാത്തിമയതാ ചോദിക്കുകയാ, അലിയേ, ഇത് നിങ്ങളുണ്ടല്ലോ, എനിക്ക് കൊണ്ടുവന്നതല്ലേ? അലിയാർ തങ്ങൾ പറയുകയാ, ഞാനുണ്ടല്ലോ പടച്ചവനെ ചന്തയിൽ നിന്ന് പഴങ്ങൾ മേടിച്ചു കൊണ്ടുവരുമ്പോ ഒരു പാവപ്പെട്ട യാചകൻ എന്നോട് പഴം ചോദിച്ചു ഫാത്തിമ. ആ പഴങ്ങൾ ഞാൻ കൊടുക്കുമ്പോ എനിക്ക് വേണ്ടി ആ യാചകനുണ്ടല്ലോ ദുആ ചെയ്തു ഫാത്തിമ. ഇതിനു പകരമായി അലിയാരിന് 10 ഇരട്ടി പ്രതിഫലമുണ്ടല്ലോ, കൊടുക്കണേ അല്ലാ. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് കഥകളതാ പറഞ്ഞു കൊടുക്കുമ്പോ ഫാത്തിമ ബീവിയതാ അലിയാർ തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, അലിയേ, പ്രിയപ്പെട്ട ഭർത്താവേ, പ്രിയപ്പെട്ട പ്രിയതമനെ, നിങ്ങളാ പഴങ്ങൾ കൊടുത്തപ്പോ അതിനു പകരമായി അല്ലാഹു 10 ഇരട്ടി പ്രതിഫലങ്ങൾ എന്നു പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ, മനോഹരമാകുന്ന ചെറുപറമ്പിന്റെ വയലിന്റെ വേദിയിലേക്ക് ജാതിക്കൂട്ടം മക്കാമുറൂസിലേക്ക് കടന്നു വന്നിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങളുടെ മുമ്പിലൂടെ ബക്കറ്റിന്റെ പ്രിയമുള്ളവരെ കടന്നു പോകുമ്പോ മാംസം വേണമെന്ന് പറയുമ്പോ, അരികൾ കൊടുക്കണമെന്ന് പറയുമ്പോ, പള്ളിയെ സഹായിക്കണമെന്ന് പറയുമ്പോ, ചോറ് വെച്ച് കൊടുക്കണമെന്ന് പറയുമ്പോ, കസേര നിരത്തിയിടണമെന്ന് പറയുമ്പോ, നന്മകൾ ചെയ്യണമെന്ന് പറയുമ്പോ മാറി നിൽക്കാൻ പാടില്ല ചെറുപറമ്പിലെ ചെറുപ്പക്കാരാ. വെള്ളിയാഴ്ച ദിവസം മനോഹരമാകുന്ന വാഫി ഉസ്താദ് ഖുതുബ നടത്തുമ്പോ, പ്രസംഗിക്കുമ്പോ, പള്ളിയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കൈനീട്ടുമ്പോ ഒരിക്കലും എന്റെ പ്രിയമുള്ളവരെ മാറി നിൽക്കാൻ പാടില്ല. പടച്ചവരെ, 6 ദിവസം ഞാൻ കടമത്ത് ദ്വീപിലാ വഅദ് പറഞ്ഞത്. ഇന്ന് രാവിലെ പടച്ചവനെ ഫ്ലൈറ്റ് കയറാൻ അഗത്തി ദ്വീപിലേക്ക് വരുമ്പോ അഗത്തി ദ്വീപിലെ പടച്ചവനെ കാളിയാരുടെ വീട്ടിൽ ഞാൻ പോയപ്പോ എന്നോട് ആ കാളിയാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, പ്രിയമുള്ള ഉസ്താദ്, എന്റെ മോളുടെ മോൾക്ക് ക്യാൻസർ ആണ് ഉസ്താദ്, ഒന്ന് ദുആ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോ ആ പാവപ്പെട്ട സാധുവായ കാളിയാരുടെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവരെ വല്ലാതെ സങ്കടമാ. 7 വയസ്സുള്ളൊരു പൊന്നുമോളാ റബ്ബേ, 7 വയസ്സുള്ളൊരു പൊന്നുമോളാ റബ്ബേ, മൂക്കിൽ ഇങ്ങനെ കുഴലിട്ട് കൊണ്ട് കിടക്കുകയാ, ക്യാൻസർ ഉള്ള പാവപ്പെട്ട പൊന്നുമോളാ. ഞാൻ ചോദിച്ചു, ഉസ്താദേ, നടക്കാൻ കഴിയൂലേ ഉസ്താദേ? ഈ പൊന്നുമോള് നടക്കൂല ഉസ്താദേ, ഈ പൊന്നുമോള് എണ്ണീച്ച് നടക്കൂല ഉസ്താദേ. ആ സാധു കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇല്ല ഉസ്താദ്, നടക്കൂല ഉസ്താദേ, ആരോടും സംസാരിക്കൂല ഉസ്താദേ. ഞാൻ ചോദിച്ചു, എവിടാ കാണിക്കുന്നത്? അമൃത ഹോസ്പിറ്റലിലാണ് ഉസ്താദേ, ഡോക്ടർമാര് കൈവിടിഞ്ഞ അവസ്ഥയാണ് ഉസ്താദേ, ദുആ അല്ലാതെ വേറെയൊന്നുമില്ലെന്ന് പറയുമ്പോ 7 വയസ്സുള്ള പൊന്നുമോൾക്ക് ക്യാൻസറാ ചെറുപ്പക്കാരോ, 20 വയസ്സുള്ള ചെറുപറമ്പിലെ ചെറുപ്പക്കാരാ, 30 വയസ്സുള്ള ചെറുപറമ്പിലെ ചെറുപ്പക്കാരാ, 20 വയസ്സുള്ള ചെറുപറമ്പിലെ പെങ്ങളെ, പർദ്ദ ധരിക്കാതെ, ഹിജാബ് ധരിക്കാതെ, നിക്കാബ് ധരിക്കാതെ, മുഖം മറക്കാതെ ടൈറ്റിട്ട പർദ്ദ ധരിച്ചുകൊണ്ട് ചെറുപറമ്പിന്റെ പരിസരത്തിലൂടെ ഓടിയാൽ നന്മയുടെ പ്രതിഫലമില്ല, തിന്മയുടെ പ്രതിഫലമാണല്ലോ. അതിലൂടെ നരകത്തിലാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിങ്ങള്, 7 വയസ്സുള്ള പൊന്നുമോള് അജുവ എന്ന പേര്, അജുവ എന്ന് പറയുന്ന പൊന്നുമോള് 7 വയസ്സുള്ള പ്രിയം. ഞാൻ ഓർത്തു, പടച്ചോരെ, ആ വീട്ടിൽ ചെല്ലണ്ടായിരുന്നു ഓർത്തു. അജുവ എന്ന് പറയുന്ന പൊന്നു 7 വയസ്സ്, കിടക്ക, കണ്ണുറക്കണില്ല. ഞാൻ മോളേന്ന് വിളിക്കുമ്പോൾ പോലും കണ്ണുറക്കണില്ല, മൂക്കിൽ ഇങ്ങനെ കുഴല്. ഉസ്താദേ, ഇതെന്തിനിട്ടിരിക്കുക ഉസ്താദേ? എന്റെ പൊന്നുമോള് ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി ഉസ്താദേ. അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് നീ ശമനം കൊടുക്കണേ. നമ്മൾ എന്ത് കണ്ടിട്ടാ എന്റെ പ്രിയപ്പെട്ടവർ അഹങ്കരിക്കണേ?
നമ്മൾ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കണേ? ഉസ്താദ് ഇത് മാറൂലേ? മാറാൻ ചാൻസ് കുറവാണ്. തലയുടെ ഈ പുറകിലാണ് ഉസ്താദ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയും. 7 വയസ്സേ ഉള്ളൂ. ഉമ്മ തൊട്ടപ്പുറത്ത് കരയുന്നുണ്ട്. അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് നീ ശമനം കൊടുക്കണേ റഹ്മാനെ. ഞാൻ പറയാ, എത്ര വയസ്സ് വരെ ജീവിക്കും നമുക്ക് ഉറപ്പില്ല. ഇപ്പൊ വയനാട്ടില് ഉരുൾപൊട്ടിയപ്പോ എത്രയോ ചെറിയ മക്കള്, നമ്മളെ ആലോചിച്ച് നോക്കിയേ, ഉമ്മമാര് രക്ഷപ്പെട്ടു. കയ്യിൽ പിടിച്ചിരുന്ന മക്കള് സുബ്ഹാനല്ലാഹ് കയ്യിൽ നിന്ന് തെന്നിപ്പോയിട്ട് ഉരുൾപൊട്ടലിൽ എന്റെ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു പോയി. എത്രയോ ഉമ്മമാര്. അത്രയും സമയമുള്ളൂ. ഇന്ന് രാത്രി എങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഖബറിന്റെ അകത്ത് എന്താ ഉള്ളേ? ഇന്ന് രാത്രി എങ്ങാനും ആശിഖ് ദാരിമി മരിച്ചാൽ എന്റെ ഖബറിൽ എന്താ ഉണ്ടാവുക? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ അല്ലാ. നന്മകൾ ചെയ്തുകൊണ്ട് മരിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ നമ്മുടെ ഈ മനോഹരമാകുന്ന വഅലിന്റെ സദസ്സിന് 2 ഗേറ്റ് ഉണ്ട്. ആ 2 ഗേറ്റില് 2 ചെറുപ്പക്കാരുടെ പേരാ എഴുതിയിരിക്കണേ. എന്ത് പറ്റിയതാ? 20 വയസ്സുള്ള മക്കളാ. 20 വയസ്സുള്ള മക്കളാ. പടച്ചവനെ, വെള്ളത്തിൽ പെട്ടെന്ന് വീണ് മരണപ്പെട്ടു പോയതാ. നമ്മളെ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ചു നടന്ന മക്കള്, നിങ്ങളുടെ കൂടെ ഓടി നടന്ന മക്കള്, നിങ്ങളുടെ കൂടെ കളിച്ച മക്കള്, നിങ്ങളുടെ കൂടെ പഠിച്ച 2 മക്കള്. ഒരാള് വെള്ളത്തിൽ വീണപ്പോ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ചാടിയതാ. 2 പേരും എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ ഷഹീദീങ്ങളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. നീ ഷഹീദീങ്ങളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അത്രയുള്ളൂ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ അവസ്ഥ. ഞാൻ പറയാ, 50-60 വയസ്സിലും ജീവിക്കൂല. ഞാൻ ചോദിക്കട്ടെ, മരിക്കൂല ഉസ്താദ് എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാം. ഉസ്താദേ, എന്നെ അസ്രായേൽ പിടിക്കൂല ഉസ്താദെ, എന്നെ പേടിയാ ഉസ്താദെ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പോ. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കാരണം എന്തേ? നമ്മുടെ ജാതിക്കൂട്ടം പള്ളിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഓരോ മീസാങ്കല്ലും നമുക്ക് സാക്ഷിയാ. 3 അടയാളങ്ങൾ ഒരാളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് മരണത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 അടയാളം ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, അവര് മരിക്കാനായി. 1 നരയുള്ളവരാര, അവര് മരിക്കാനായി. അപ്പോ ചില ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ, സാറേ ഓ മരിക്കാനായി ഉസ്താദേ എന്നിങ്ങനെ നോക്കാം. 2 മുതുകു വളയുന്നവനാരാ? ഓ മരിക്കാനായി. 3 നിരന്തരമായി അസുഖമുള്ളവരാരാ? അവരും എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാനായി. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഈ 3 അടയാളങ്ങളുള്ളവർ വല്ലാത്ത സൗഭാഗ്യവന്മാരാ. കാരണം എന്തേ? ഒരു ചങ്ങാതി 60 വയസ്സ് വരെ കള്ളുപിടിച്ച് നടക്കുക, 40 വയസ്സ് വരെ കള്ളുപിടിച്ച് നടക്കുക. അപ്പോഴാ ഈ ചങ്ങാതിക്ക് ഒരു ചിന്ത പറഞ്ഞത്, റബ്ബേ എന്റെ ഒരു രോമം നരച്ചല്ലോ അല്ലാ, ഇനി കള്ളു കുടിച്ചിട്ട് കാര്യമില്ല, നന്നാകണം. ഇനി വ്യഭിചരിച്ചിട്ട് കാര്യമില്ല റബ്ബേ, മുതുകു വളഞ്ഞു റബ്ബേ, അല്ലെ നിരന്തരമാകുന്ന അസുഖങ്ങളാ റബ്ബേ, എന്നെ അസ്രായേൽ കൂട്ടാൻ സമയമായ റബ്ബേ, നന്നാകണം എന്നൊരു ചിന്ത എന്ത് ചെയ്യും ആ ചങ്ങാതിക്ക്? ചിലപ്പോ ഈ 3 അടയാളങ്ങൾ വരുമ്പോ വരും. പിന്നെ ചില ആളുകൾ നേരെ തിരിച്ചും വരും. എന്താ പറയണേ? ഇതിപ്പോ കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ മദ്യത്തിന് വില കുറവുള്ള സ്ഥലമാണ് ഇത്, മാഹി. ഡീസലിനും പെട്രോളിനും അതുപോലെ തണ്ണിക്ക് ഏറ്റവും കൂടുതൽ വില കുറവുള്ള സ്ഥലമാണ് ഇത്, മാഹി. ചില ആളുകളുണ്ട് 60 വയസ്സ് വരെ കള്ളു കുടിക്കും, 60-ാം വയസ്സിൽ ഈ ചങ്ങാതിക്ക് മുടി നരക്കും. അപ്പൊ ഈ ചങ്ങാതിക്ക് ഒരു ചിന്ത വരും, റബ്ബേ നരച്ചു മരിക്കാനായി. ഇനി മാഹിയിലെ സർവ്വ വെള്ളവും കയറി കുടിച്ച് തീർത്തിട്ടുണ്ട്, എനിക്ക് മരിക്കാൻ. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. നേരെ അങ്ങനെ ഉണ്ടാവും. അല്ലാഹുവേ, മാഹിയിലെ സർവ്വ ബിവറേജിലും കയറിയിട്ട്, അല്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ തിയേറ്ററിൽ ഓരോ വക്കത്തിനും കയറി ഓരോ സിനിമയും കണ്ടിട്ട് എനിക്ക് മരിക്കണമല്ലാ എന്ന് നിയ്യത്ത് വെക്കണം. എത്ര ചെറുപ്പക്കാരാ. അല്ലാഹു ഈമാൻ നൽകുമാർ അല്ലെ. അല്ലാഹുവേ, റമളാനില് 30 ദിവസം നോമ്പ്, റമളാനിന് 30 ദിവസം നോമ്പ്. 29 വന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് കൈപിടിച്ചിട്ട് ദ്വാരക്ക്, ഉസ്താദെ നാളെ റമളാൻ മതി ഉസ്താദെ, ഭയങ്കര ഇബാദത്ത്. പെരുന്നാളിന് ദിവസം പോയിട്ട് ആടുജീവിതം കാണും. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യം. ഇപ്പൊ സിനിമയും സീരിയൽ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന കുറെ ചങ്ങാതി, ഇപ്പൊ എന്താ ഹേമ റിപ്പോർട്ട്, അങ്ങനെ റിപ്പോർട്ടില്ലേ, അല്ലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങനെ എന്തോ റിപ്പോർട്ടുണ്ട്, അങ്ങനല്ലേ? അങ്ങനെ റിപ്പോർട്ടുണ്ട്. പഠിച്ചവനെ സിനിമാക്കാരൊക്കെ പീഡിപ്പിക്കാൻ നിൽക്കുക. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. നിങ്ങള് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന, ആരാധിച്ചിരുന്ന ജേതാക്കന്മാരൊക്കെ ഇപ്പൊ പീഡനത്തിന്റെ പുറയിലാ പ്രിയപ്പെട്ടവരെ. പല പേരുകൾ. ഇനിയിപ്പോ ഇതിന്റെ റിപ്പോർട്ടൊക്കെ വരുമ്പോ മരിച്ച സത്യനും തിലകനും ഒക്കെ പ്രതികളും, ബാക്കി ജീവിച്ചിരിക്കുന്നവരൊക്കെ നല്ലവരും ആകും. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. എന്തായാലും സിനിമയുടെയും സീരിയലിന്റെയും പുറകെ നമ്മുടെ സമയം എന്റെ പ്രിയപ്പെട്ടവരെ കളയാൻ പാടില്ല. നന്മകൾ ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ. ഇനി ഉസ്താദെ, ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയൂല, ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ കഴിയൂല. ഞാനൊരു ചെറിയ ദിക്ർ പറഞ്ഞു വന്ന ചെല്ലുവോ? ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ റസൂലുള്ളാഹ് പറഞ്ഞു വന്ന ദിക്ർ ചെല്ലാൻ പറഞ്ഞ ചെല്ലുവോ? ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുപറമ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ.
ആരില്ല. പെണ്ണുങ്ങൾ എവിടെ ഇരിക്കണം ഉസ്താദ്? പുറകില്ല. സ്ക്രീൻ ഉണ്ടോ? സ്ക്രീൻ ഉണ്ട്. ചില ആളുകൾ കൈവക്കാൻ വന്നപ്പോ വേണം ഉസ്താദേ. ഞാൻ കർണാടകയിൽ പുരുഷരക്കട്ട എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ വാഴവിന് പോയപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പുരുഷരക്കട്ടയിൽ ലഭിച്ച ഭാര്യ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവര് കൈവക്കാൻ. കുറെ ആളുകൾ കൈവക്കിയില്ല, ആരും കൈവക്കിയില്ല. ഞാൻ രണ്ടാമത് പിന്നെയും ചോദിച്ചു, പുരുഷരക്കട്ടയിൽ നിങ്ങൾക്ക് ലഭിച്ച ഭാര്യ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരെ കൈവക്കാൻ. അപ്പോഴും ആരും കൈവക്കിയില്ല. ഞാൻ ഇനി ഓർത്ത് വെച്ചാൽ എന്റെ ഭാഷ മനസ്സിലാണ്ടായിരിക്കും. ഞാൻ പിന്നെയും ചോദിച്ചു, ആംഗ്യത്തിലൊക്കെ ചോദിച്ചു, പുരുഷരക്കട്ടയിൽ നിങ്ങൾക്ക് കിട്ടിയ പെണ്ണിനെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരെ കൈവക്കാൻ. പള്ളിയുടെ സെക്രട്ടറി പെണ്ണ് ചെവി വന്നിട്ട് പറയും, ഉസ്താദേ ഇവിടെയോ സമാധാനം ഇല്ല, പിന്നെ എന്തിനാ ഉസ്താദ് അവിടെ? അല്ലാഹു നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അപ്പൊ എന്തായാലും ഈ പറയുന്ന ദിക്ർ ആരാണോ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ചെല്ലുന്നത്, അവർക്ക് നന്മയുടെ പ്രതിഫലമുണ്ട്. അവർ ജന്നാത്തുൽ ഫിർദൗസിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്ന ദിക്ർ ഇത്ര തവണ ഒരുമിച്ചിരുന്ന് ചെല്ലണം. ഇനി ഉസ്താദേ എനിക്ക് വേണ്ട ഉസ്താദെ, ഞാൻ പേടിച്ചിട്ട് കൈവക്കിയ ഉസ്താദെ, നാളെ ഇന്നോട് വിളിച്ചിട്ട് വീട്ടിൽ ചെല്ലാൻ പറയുമ്പോൾ ഞാൻ 33 ചെല്ലൂല, ഞാനൊരു 30 ചെല്ലിട്ട് ഞാൻ നിർത്തി ഉസ്താദെ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ദിക്ർ ഏതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ, പടച്ചവനെ കല്യാണ പ്രായമാകുകയാ. ഫാത്തിമ ബീവിക്ക് വിവാഹം ചെയ്തു കൊടുത്തതു പണക്കാരനെയല്ല, സമ്പന്നനെയല്ല, പൈസയുള്ളവനെയല്ല, ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് കല്യാണോലോചന കടന്നു വരുമ്പോ ഒരുപാട് സമ്പന്നര് കടന്നു വരികയാ, ഒരുപാട് കച്ചവടക്കാര് കടന്നു വരികയാ, ഒരുപാട് ആസ്തികളുള്ളവര് കടന്നു വരികയാ. റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്നിട്ട് ഫാത്തിമയെ വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഇല്ല 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 ഇല്ല. ലോകത്തിന്റെ പ്രവാചകനതാ തെരഞ്ഞെടുത്ത വരനുണ്ടല്ലോ, ആരെന്നറിയോ? തലയിലെന്റെ പ്രിയമുള്ളവരെ പുല്ല് ചുമന്നുകൊണ്ട് അല്ലാഹുവേ മദീനയുടെ തെരുവോരത്തിലൂടെ, അറേബ്യയുടെ തെരുവോരത്തിലൂടെ പുല്ല് ചുമന്നുകൊണ്ട് ഓരോ വീടുകളിൽ കൊണ്ട് വിൽക്കുന്ന സയ്യിദുനാ അലിയാർ തങ്ങളാ. അല്ലാഹുവേ അലിയാർ തങ്ങളെ തെരഞ്ഞെടുക്കുകയാ. അലിയാർ തങ്ങൾ പാവപ്പെട്ടവനോ, അലിയാർ തങ്ങൾ മിസ്കീനാ, അലിയാർ തങ്ങൾ സമ്പത്തില്ലാത്തവനാ. പടച്ചവനെ അലിയാർ തങ്ങൾക്ക് നിക്കാഹ് ചെയ്യുകയാ. അലിയാർ തങ്ങളുണ്ടല്ലോ ഫാത്തിമ ബീവിയോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കുകയാ. ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പടച്ചവനെ ഉഴുങ്ങാട്ടിയിട്ട് ഫാത്തിമ ബീവിയുടെ കൈകളുണ്ടല്ലോ ചോര വരികയാ, പൊട്ടുകയാ, ചീഞ്ചലം വരികയാ. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ കൈകൾ കാണുകയാ. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഫാത്തിമ നീ നിന്റെ വാപ്പയാകുന്ന ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കയ്യിലുള്ള അടിമയെ സഹായിയായിട്ട് തരുമല്ലോ, എന്നാൽ നിനക്കുണ്ടല്ലോ ഉപകാരമാണ് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു പോവുകയാ ഇലാ ഹദ്റത്തി റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ റസൂലുള്ള വീട്ടിലില്ല, റസൂലുള്ള ഭവനത്തിലില്ല. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവി വീടിന്റെ അകത്തന്റെ പ്രിയമുള്ളവരെ ഇരിക്കുകയാ. ഫാത്തിമ ബീവി കടന്നു ചെല്ലുകയാ. ആയിഷ ബീവിയോട് പറയുകയാ, വാപ്പ വരുമ്പോ, റസൂലുള്ള വരുമ്പോ ഒരടിമയെ തരുമോ എന്ന് ചോദിക്കണേ. ഫാത്തിമ ബീവി കടന്നു പോകുകയാ. പടച്ചവരെ പാതിരാത്രി സമയത്ത് അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാ. റസൂലുള്ള കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ കടന്നു വന്നു നബിയേ, ഒരാവശ്യം പറഞ്ഞു നബിയേ. റസൂലുള്ള
റസൂലുള്ള ആയിഷ ബീവിയോട് ചോദിക്കുകയാ, എന്താഗ്രഹമാ പറഞ്ഞത്, എന്തഭിലാഷമാ പറഞ്ഞത്, എന്നോടൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, ഒരടിമയെ ചോദിച്ചു നബിയേ, കൊടുക്കാൻ കഴിയുമോ നബിയേ? റസൂലുള്ളാഹിയുടെ മുഖമെന്റെ പ്രിയമുള്ളവരെ ചുമക്കുകയാ. റസൂലുള്ള ദേഷ്യപ്പെടുകയോ, ഫാത്തിമയുടെ വീടിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. വീടിന്റെ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുകയാ. ഫാത്തിമയെ വിളിക്കുകയാ, അലിയാർ തങ്ങളെ വിളിക്കുകയാ. രണ്ടുപേരോടും സലാം പറയുകയാ. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ പടച്ചവനെ ദുആ ചുംബനമുണ്ടല്ലോ നൽകുകയാ. എന്നിട്ടാ ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ അടിമയെ വേണോ, അടിമയെ നിനക്ക് വേണോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, യാ റസൂലല്ലാഹ്, ഒരടിമയെ തന്നാൽ സൗകര്യമാ, ഉപകാരമാ, സഹായകമാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ഇല്ല ഫാത്തിമ, ആർക്ക് ഞാൻ അടിമയെ കൊടുത്താൽ എന്റെ പൊന്നുമോൾക്ക് ഫാത്തിമയ്ക്കുണ്ടല്ലോ ഒരടിമയെ ഞാൻ തരൂല ഫാത്തിമ. റസൂലുള്ള പറയുകയാ, റസൂലുള്ള ഫാത്തിമ ബീവിയോട് പറയുകയാ, ഞാനൊരു നന്മ പറഞ്ഞു തരാം. ഈ പറയുന്ന നന്മയുണ്ടല്ലോ ഫാത്തിമ, നീയും നിന്റെ ഭർത്താവും ഉണ്ടല്ലോ, പാതിരാത്രിയിൽ കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് റസൂലുള്ള പറയുകയാ. എന്റെ ചെറുപ്പക്കാരാ, ഏതാ ദിക്റം അറിയോ? വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഉളുവെടുത്തുകൊണ്ട് കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് ചെറുപറമ്പിലെ വാപ്പാ, ചെറുപറമ്പിലെ ഉമ്മോ, നിങ്ങൾ ചെല്ലേണ്ട ദിക്റാ റസൂലുള്ള. നിങ്ങൾ ചെല്ലേണ്ടത് ഏതാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്ർ 33 തവണ ചെല്ലണവരാരാ, അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭാര്യമാരുണ്ട്, ഭർതയൊക്കെ ഭയങ്കര ഇട്ട് നടത്തായിരിക്കും, പക്ഷേ ഭർത്താവിനെ അനുസരിക്കാത്ത ചില ഭാര്യമാരുണ്ട്. ഭർത്താവ് പറയാം, ആമിന പോകരുത്, നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ നെഞ്ചത്തൊട്ടിട്ട് ഞാൻ പോകുന്ന ചില ഭാര്യമാരുണ്ട്. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കും മറവട്ടെ. നല്ല ഭാര്യ എല്ലാവർക്കും വേണം, നല്ല ഭർത്താവ് എല്ലാവർക്കും വേണം. ഞാൻ കാസർഗോഡ് ഒരു ഭാഗത്ത് നിന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവരെ കൈവക്കാൻ. 98% പൊക്കിയ ആൾക്കാർ കെട്ടിയവരാ. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കും മറവട്ടെ. കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉസ്താദേ 4 കെട്ടാരും ഉസ്താദേ, ഇവിടെ ഒന്ന് തന്നെ കെട്ടിട്ട് എല്ലാവരും വിട്ടിരിക്കും. അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ. ഞാൻ പറയാ, നല്ല ഭാര്യമാരെ വേണ്ടവര്, നല്ല ഭർത്താക്കന്മാരെ വേണ്ടവര് ഏതാ? ഏത് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നല്ല മക്കളെ വേണ്ടവര്, നല്ല ഭാര്യമാരെ വേണ്ടവര്, നല്ല കുടുംബം വേണ്ടവര് എന്തല്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിലും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും അല്ലാഹു നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ, ബറക്കത്ത് നൽകണേ റഹ്മാൻ. അല്ല, മക്കളുണ്ടായിട്ട് കാര്യമുണ്ടപ്പാ, മക്കളെ കൊണ്ട് കരയേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്നൊരു വാപ്പ പറഞ്ഞു, ഉസ്താദെ 3 മക്കളുണ്ട് ഉസ്താദെ, ഞാൻ ഓരോ ആഴ്ച ഓരോ പോലീസ് സ്റ്റേഷനിലാണ് ഉസ്താദെ. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. എന്താ എനിക്ക് 3 മക്കളുണ്ട് ഉസ്താദെ, ഞാൻ ഓരോ ആഴ്ച ഓരോ പോലീസ് സ്റ്റേഷനിലാണ് ഉസ്താദെ. ഞാൻ ചെന്ന പോലീസുകാരെ മക്കൾ വന്നില്ല ഉസ്താദെ, ഒരുത്തൻ ഗുണ്ടയാ, ഒരുത്തൻ റൗഡിയാ, ഒരുത്തൻ തെമ്മാടിയാ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ. ഒരുത്തൻ ആ സ്റ്റേഷനിൽ കേസ് ഉണ്ടാക്കുമ്പോൾ ഒരുത്തൻ ഇപ്പുറത്തുണ്ടാക്കും. ഞാൻ പറഞ്ഞു, വാപ്പ ഇരിക്കാൻ ഒരു സമയം തരുന്നില്ല, മക്കൾ ഇരിക്കാം. അങ്ങനെ എത്രയോ വാപ്പമാരുണ്ടെന്നറിയോ, മക്കൾ ജയിലിൽ. അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ എന്നോട് വാപ്പ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോൻ ജയിലില്ല ഉസ്താദെ. ഞാൻ ചെന്തേ വല്ല കട്ടിട്ട് പോയതാ, കൊലപാതക ഉസ്താദെ. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ട് കരയേണ്ട ഒരവസ്ഥ, മക്കളെ കൊണ്ട് കരയേണ്ട ഒരവസ്ഥ. മക്കളെ മദ്രസയിൽ വിടണം പ്രിയപ്പെട്ടവരെ.
അല്ലെ? നമ്മൾ സ്വർഗം വേണം, ജന്നാത്തുൽ ഫിർദൗസിലാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മൾ ചിലപ്പോൾ നന്മകൾ ചെയ്യുന്നുണ്ടാവും, നമ്മളെ അമലുകൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ മക്കൾ ഇപ്പോഴും കഞ്ചാവ്, കള്ള്, സിറിഞ്ച്. ചില ആൾക്കാരൊക്കെ പറയും ഉസ്താദ് ഞങ്ങളിപ്പോൾ സിഗരറ്റ് ഒക്കെ ഒഴിവാക്കി ഉസ്താദെ, ഇപ്പൊ സ്റ്റാമ്പ്, ഇപ്പൊ സിറിഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉസ്താദ് അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അല്ല, ചില ആൾക്ക് ഒരു വിചാരമുണ്ട്, ഈ പുകവലിയൊക്കെ വലിയ എന്തോ ഹലാലാണെന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുന്ന ചില. എന്നോടൊരു ചങ്ങാതി ചോദിച്ചു, ഉസ്താദ് വലിച്ചിട്ടാണോ ഉസ്താദ് വയല് പറയാൻ കയറുന്നത്? എന്നോടൊരുത്തൻ ചോദിച്ചു, ഉസ്താദ് വലിച്ചിട്ടാണോ ഉസ്താദ് വയല് പറയാൻ കയറുന്നത്? ഞാൻ അതെന്തേ ഉസ്താദ്, ഈ ലൈവിലൊക്കെ കൊടകു ഭാഗത്ത് നിങ്ങൾ വയല് പറയുമ്പോൾ നിങ്ങളുടെ ഇവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ തണുപ്പ് പോകുന്നുണ്ടല്ലോ ഉസ്താദേ, അത് ഈ ചങ്ങാതിക്ക് അറിയൂലല്ലോ കോടയാണെന്ന്. ചില ആൾക്കൊരു വിചാരമുണ്ട്, ഇത്ര ഒച്ചയിട്ടൊക്കെ പറയും ഉസ്താദ് എന്താ വലിച്ചിട്ടോ, ഏതോ മാട്ട സാധനം അടിച്ചിട്ടോ ഉസ്താദ് കയറുന്നതെന്ന് ചിലപ്പോൾ ചിന്നുണ്ടാവും. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? മക്കളെ നല്ലപോലെ വളർത്തണം. ഇല്ലെങ്കിൽ നാളെ ആ മക്കള് പറയും, അല്ലാ എന്റെ വാപ്പ നിസ്കരിച്ച റബ്ബേ, പക്ഷെ എന്നെ നോക്കിയില്ല റബ്ബേ, അയാളെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് റഹ്മാനെ, അല്ലാഹുവേ എന്റെ വാപ്പ 5 വഖത്ത് നിസ്കരിച്ച റബ്ബേ, നിസ്കാരത്തരമ്പ് പടച്ചവനെ നെറ്റിത്തടത്തിൽ ഉണ്ടായി റഹ്മാനെ, നിസ്കാരത്തിനും സുജൂദ് ചെയ്ത് പഠിച്ചവനെ, ജാതിക്കൂട്ടം പള്ളിയിലെ ആ സ്റ്റെപ്പ് വരെ പൊട്ടിപ്പോയി റഹ്മാനെ, പക്ഷെ എന്നെ നോക്കാൻ മറന്നുപോയി റഹ്മാനെ. എന്താ പറയാ, എന്നെ നോക്കാൻ മറന്നുപോയി റബ്ബേ. ചില ഉമ്മമാരുണ്ട് മക്കളെ ഇങ്ങനെ അടിഞ്ഞാടാൻ വിട്ടിരിക്കും. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ആരാണോ നന്മ അധികരിപ്പിക്കുന്നത് അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ഇരിക്കൂലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കല്ലേ ബുദ്ധിമുട്ട്. ഇൻഷാ അല്ലാഹ്. 2 ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്ന രണ്ടാമത്തെ മാർഗം അതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ. 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഓർമ്മപ്പെടുത്തുകയാ, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, വയദുഊനനാ റഹ്ബൻ വറഹ്ബാ. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തരുമെന്നുള്ള നിയ്യത്തില് ഒരുപാട് കടങ്ങളുള്ളവരെ, ഒരുപാട് സങ്കടങ്ങളുള്ളവരെ, ഒരുപാട് വേദനകളുള്ളവരെ, ഒരുപാട് യാതനകളുള്ളവരെ, ഒരുപാട് രോഗങ്ങളുള്ളവരെ കരയാൻ പാടില്ല. അല്ലാഹു തന്ന രോഗമാണല്ലോ, അല്ലാഹു തന്ന കടമാണല്ലോ, അല്ലാഹു തന്ന പോരായ്മയാണല്ലോ, അല്ലാഹു തന്ന പ്രാരാബ്ധമാണല്ലോ, അല്ലാഹു തന്ന വിരഹമാണല്ലോ, കരയാൻ പാടില്ല. വയദുഊനനാ റഹ്ബൻ വറഹ്ബാ. അല്ലാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? അല്ലാഹു തരുമെന്നുറപ്പുള്ളവരെ, അല്ലാഹു തരുമെന്നുറപ്പുള്ളവരെ അവർക്കതാ ദഖലൽ ജന്നാ, സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് പറയുമ്പോ നമ്രൂദ് എന്ന് പറയുന്ന രാജാവുണ്ടല്ലോ, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയുണ്ടല്ലോ പടച്ചവനെ കൊന്നുകളയാൻ തീരുമാനിക്കുകയാ. നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് വലിയൊരു തീക്കുണ്ടാരം എന്റെ പ്രിയപ്പെട്ടവരെ പണിയുകയാ. ആ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ ഒരു പറവയതാ പറന്നു കഴിഞ്ഞാൽ ആ പറവ പോലും താഴത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞു വീഴുമല്ലോ. എന്നാൽ ദിവസങ്ങളോളം കത്തിക്കുകയാ. നമ്രൂദ് എന്ന് പറയുന്ന തമ്മാടിയുണ്ടല്ലോ, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി എന്റെ പ്രിയമുള്ളവരെ വില്ലിലേക്ക് കയറ്റുകയാ. എന്നിട്ടതാ അമ്പിലേക്ക് നെയ്യുകയാ. മഅദല്ലാഹ് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ, ആര് വീശുകയാ. ഒരു റോക്കറ്റ് പോകുന്നത് പോലെ, ഒരു പമ്പരം പോകുന്നത് പോലെ ഇബ്രാഹിം നബി എന്റെ പ്രിയപ്പെട്ടവരെ തീക്കുണ്ടാരത്തിലേക്ക് പറന്നു വീഴുകയാ. ഇബ്രാഹിം നബി അതാ തീ
തീജ്വാലയിൽ കിടക്കുകയാ. നമ്രൂദ് എന്ന് പറയുന്ന തമ്മാടിയുണ്ടല്ലോ, പടച്ചവനെ അട്ടഹസിക്കുകയാ. നമ്രൂദിന്റെ കിങ്കരന്മാരുണ്ടല്ലോ, പടച്ചവനെ അട്ടഹസിക്കുകയാ. ആ സമയത്തുണ്ടല്ലോ ജിബ്രീൽ കടന്നു വരികയാ. എന്നിട്ടതാ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാ, ഇബ്രാഹിം നബിയേ, ഈ കാണുന്ന തീക്കുണ്ടാരമുണ്ടല്ലോ മനോഹരമാകുന്ന പട്ടുമെത്തയായി തരട്ടെ നബിയേ, തരട്ടെ നബിയേ. ആ സമയത്ത് ഇബ്രാഹിം നബി പറയുകയാ, വേണ്ട ജിബ്രീലേ, എനിക്കെന്റെ അള്ളയുണ്ട് ജിബ്രീലേ, എനിക്കെന്റെ അള്ളയുണ്ട് ജിബ്രീലേ എന്നതാ ജിബ്രീൽ പറഞ്ഞെന്ന് പറയുമ്പോ വയദുഊനനാ റഹബൻ വറഹബാ. ആരെങ്കിലും ഒരാൾ പടച്ചവനിലേക്ക് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തരുമെന്നുള്ള നെയ്യത്തില് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ ദഖലൽ ജന്ന, അവര് സ്വർഗ്ഗത്തിലാ, അവര് സ്വർഗ്ഗത്തിലാ, അവര് ജന്നാത്തുൽ ഫിർദൗസിലാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ